നമസ്കാരം, ഞാൻ ഡെയ്സൺ ജോസഫ്. വെൽക്കം ടു അനദർ വീഡിയോ. നാളെ മുതൽ അല്ലെങ്കിൽ ഇപ്പോൾ മുതൽ തന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസർ നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ വരുമാനം ഇനി നിങ്ങൾ തന്നെ ഏറ്റവും സമർത്ഥമായിട്ട് മാനേജ് ചെയ്യും. നിങ്ങൾ വളരെ ഉയർന്ന വരുമാനക്കാരനാവട്ടെ, ചെറിയ വരുമാനക്കാരനാവട്ടെ, ഇടത്തരക്കാരനാവട്ടെ, എന്താണ് എങ്കിലും ഇനി നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസർ. എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ശരിക്കും പണം ഉണ്ടാക്കുക എന്നതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളത്. എന്നാൽ വളരെ ഈസി ആയിട്ടുള്ള 8 സ്റ്റെപ്പുകളിലൂടെ നമുക്കത് വളരെ നിഷ്പ്രയാസം സാധിക്കുന്നതേ ഉള്ളൂ. ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം ഇതാണ്: നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും മാസ വരുമാനം എത്രയാണ് എന്നതിനെ പറ്റി കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഒരു പക്ഷേ ഒരു വീട്ടിൽ ഒരാൾ മാത്രമേ ജോലി ചെയ്യുന്നുണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ അയാളുടെ ശമ്പളം മാത്രമേ വരുമാനമുള്ളൂ. അപ്പം വളരെ എളുപ്പമാണ് വരുമാനം കണ്ടുപിടിക്കാൻ. ഇനി ചില വീട്ടിൽ ഭാര്യ വർക്ക് ചെയ്യുന്നുണ്ടാവും, ഭർത്താവ് വർക്ക് ചെയ്യുന്നുണ്ടാവും. ഇനി അതിന് പുറമെ അവർക്ക് 2-3 കടമുറി വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്, റെന്റ് കിട്ടുന്നുണ്ട്. അതിനും പുറമെ കൃഷിയുണ്ട്, അതിൽ നിന്ന് വരുമാനമുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ കൃത്യമായിട്ട് ഒരു മാസം എത്രയാണ് ശരാശരി വരുമാനം എന്നുള്ളതിനെ പറ്റി ഒരു കണക്കുണ്ടാക്കി വെക്കുക. ഉണ്ടാക്കി വെച്ചാൽ മാത്രം പോരാ, നമ്മുടെ വരുമാനം ഇത്രയേ ഉള്ളൂ എന്ന് വീട്ടിലെ എല്ലാവരും വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം, ഒരു മാസം നിങ്ങൾക്ക് എത്ര എക്സ്പെൻസ് ആകുന്നുണ്ട് എന്നതിനെ പറ്റി വ്യക്തമായ ഒരു ധാരണ വേണം. ആ ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ഒരു 1-2 മാസം നമ്മളുടെ കണക്കുകൾ കൃത്യമായിട്ട് എഴുതി വെക്കുക. ഇപ്പോൾ റെന്റ് എന്ന എക്സ്പെൻസ് ഉണ്ടാവും ചിലർക്ക്, പിന്നെ കിച്ചണിലേക്കുള്ള എക്സ്പെൻസ്, ഫുഡ് എക്സ്പെൻസ്, പിന്നെ ട്രാവലിംഗ് എക്സ്പെൻസ്, ഫ്യൂവല്, മറ്റു ബിൽസുകൾ, എന്റർടൈൻമെന്റ്, EMI, അങ്ങനെ പല എക്സ്പെൻസുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ എക്സ്പെൻസുകൾ കൃത്യമായിട്ട് 1-2 മാസം എഴുതി വെച്ച് കഴിയുമ്പോൾ ഒരു മാസം നമുക്ക് എത്ര എക്സ്പെൻസ് ഉണ്ട് എന്ന കാര്യത്തെ പറ്റി വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. പല ആൾക്കാർക്കും അവരുടെ എക്സ്പെൻസിനെ പറ്റി വലിയ ധാരണ ഇല്ല, അത് മാറണം. അപ്പോൾ 1-2 സ്റ്റെപ്പുകൾ വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ്. അവിടെ നമ്മൾ ചെയ്യേണ്ടത് ഒരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ മാസ വരുമാനം എത്രയാണെന്ന് ഒന്നാമത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഇനി നമ്മുടെ ഒരു 3 മാസം മുതൽ 6 മാസം വരെയുള്ള മാസവരുമാനത്തിന് തുല്യമായ തുക നമുക്ക് എമർജൻസി ഫണ്ടായിട്ട് ഉണ്ടായിരിക്കണം. നമ്മുടെ ലൈഫിൽ പലതരം എമർജൻസികൾ വന്നു എന്ന് വരാം, പണി പോയി എന്ന് വരാം, അല്ലെങ്കിൽ വീടിനൊരു പണി അത്യാവശ്യമായിട്ട് വേണ്ടി വന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എമർജൻസി. ആ സമയത്ത് കയ്യിൽ പണം വേണം. അപ്പോൾ ഈ ഒരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റി വളരെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും. ദയവായിട്ട് അത് കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എമർജൻസി ഫണ്ട് നിർബന്ധമാണ്, അത് ക്രിയേറ്റ് ചെയ്യുക. വളരെ സിമ്പിളായ 3 സ്റ്റെപ്പുകൾ നമ്മൾ കടന്നുപോയി. ഇൻകത്തെ പറ്റി ഇപ്പം ധാരണയായി, എക്സ്പെൻസിനെ പറ്റിയും ധാരണയായി, എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റിയും ധാരണയായി. ഇനി 4ാമത്തെ സ്റ്റെപ്പ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ വരുമാനത്തിൻ്റെ 20% നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇൻകം വരുന്ന പാടെ അതിൻ്റെ 20% സേവ് ചെയ്യുകയല്ല, ഇൻവെസ്റ്റ് ചെയ്യുക തന്നെ വേണം. അതിപ്പോൾ നിങ്ങൾക്ക് പലതരം വരുമാനം ഉണ്ടാകും. എന്ത് വരുമാനമാണോ അത് വരുന്ന പാടെ 20% അങ്ങോട്ട് മാറ്റിയേക്കുക. എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം? അത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് സ്യൂട്ടാകുന്ന ഇടങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഗോൾഡിലോ, സിൽവറിലോ, സ്റ്റോക്ക് മാർക്കറ്റിലോ, മ്യൂച്വൽ ഫണ്ടിലോ, റിയൽ എസ്റ്റേറ്റിലോ, എവിടെയെങ്കിലും ചെയ്യാം. പക്ഷെ തോന്നിയ പോലെ ഇൻവെസ്റ്റ് ചെയ്ത് മണ്ടത്തരം കാണിക്കരുത്. മ്യൂച്വൽ ഫണ്ട് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി 5ാമത്തെ കാര്യം, നമ്മൾ നിർബന്ധമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു റേഷ്യോയാണ്. ഇതേപ്പറ്റി നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, 50-30-20 റേഷ്യോ. പക്ഷെ ഇതേപ്പറ്റി ഞാൻ പറയുന്നത് വേറൊരു രീതിയിലാണ്. ഇപ്പോൾ ഒരാൾക്ക് 30,000 രൂപയാണ് വരുമാനം എന്ന് വിചാരിക്കുക. അയാളുടെ കുടുംബത്തിൻ്റെ വരുമാനം 30,000 രൂപയാണ്. അതിൻ്റെ 20% എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ 6,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. പിന്നെ എത്രയേ ഉള്ളൂ? 24,000 രൂപയേ ഉള്ളൂ. അപ്പോൾ ശരിക്ക് 50-30-20 റൂൾ പ്രകാരമാണ് എങ്കിൽ ഇനി ശേഷിക്കുന്ന 24,000-ൽ 15,000 മാത്രമേ ഇയാൾ എക്സ്പെൻസുകൾക്ക് വേണ്ടി, അതായത് നീഡ്സിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പാടുള്ളൂ. ബാക്കിയുള്ള 9,000 ഉപയോഗിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ്? വാൻസിന് വേണ്ടിയാണ്.
പക്ഷെ നമുക്കറിയാം ഇന്നത്തെ കേസിൽ ഒരു സാധാരണ ഫാമിലിക്ക് 15,000 രൂപ കൊണ്ട് നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി പറ്റുകയില്ല. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? വാൺസിൻ്റെ കാര്യത്തിൽ പല സാക്രിഫൈസും ചെയ്യേണ്ടതായിട്ട് വരും. എന്താ ഈ വാൺസിൽ പെടുക? ഇഷ്ടപ്പെട്ട ഒരു ഷൂസ് മേടിക്കുക, ഇഷ്ടപ്പെട്ട ഒരു മൊബൈൽ ഫോൺ മേടിക്കണം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ഹെഡ്സെറ്റ് വാങ്ങണം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ വാൺസ്. അപ്പോൾ വാൺസിൻ്റെ കാര്യത്തിൽ സാക്രിഫൈ ചെയ്ത് വേണം ജീവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇതിൻ്റെ സൊല്യൂഷൻ ഞാൻ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പിൽ പറയുന്നുണ്ട്, അവസാനം വരെ ഇരിക്കുക. ഇനി വളരെ കൂടിയ വരുമാനമുള്ളവർക്ക് ഈ വിഷയമില്ല. ഇപ്പോൾ ഒരു ഫാമിലിക്ക് 1,00,000 രൂപ വരുമാനം ഉണ്ടെന്ന് വിചാരിക്കുക. അവർ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എത്രയാ? 20,000. അത് മിനിമം ആകട്ടോ. ഇൻവെസ്റ്റ്മെൻറ്റ് 20% എങ്കിലും ചെയ്യണം എന്നുള്ളതാണ്. അതിൽ കുറയരുത്, കൂട്ടാം. ഇനി ഇവിടെ ബാക്കി എത്രയുണ്ട്? 80,000 രൂപയുണ്ടല്ലേ. അപ്പോൾ ശരിക്കും 50-30-20 റൂൾ പ്രകാരമാണെങ്കിൽ 50,000 രൂപ നീഡ്സിന് വേണ്ടി ഉപയോഗിക്കാം, പിന്നെയുള്ള 30,000 രൂപ വാൺസിന് വേണ്ടി ഉപയോഗിക്കാം. ഇവിടെ കാര്യങ്ങൾ ഓക്കെയാണ്. ഇവിടെ 50,000 രൂപ എടുത്ത് നീഡ്സിന് വേണ്ടി ഉപയോഗിക്കണമെന്നും 30,000 രൂപ മൊത്തം എടുത്ത് വാൺസിന് വേണ്ടി ഉപയോഗിക്കണമെന്നും ഒരു നിർബന്ധവുമില്ല. അതൊരു മാക്സിമം മാത്രമാണ്. അത് എത്ര വേണമെങ്കിലും കുറയ്ക്കാം. അത് കുറച്ചിട്ട് എന്ത് കൂട്ടാൻ നമുക്ക് വേണമെങ്കിൽ? ഇൻവെസ്റ്റ്മെന്റ് കൂട്ടാം. ഇനി ഇതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾക്ക് എല്ലാവർക്കും പല തരത്തിലുള്ള EMI-കൾ ഉണ്ടാവും, മാസ അടവുകൾ ഉണ്ടാവും അല്ലേ. ഇത് ഒരിക്കലും നിങ്ങളുടെ ടോട്ടൽ ഇൻകത്തിൻ്റെ 40% കൂടാൻ വേണ്ടി പാടില്ല. എന്ന് വെച്ച് എല്ലാവരും അവരുടെ ടോട്ടൽ ഇൻകത്തിൻ്റെ 40% EMI-ക്ക് വേണ്ടി ഉപയോഗിക്കണമെന്നാണോ പറഞ്ഞത്? ഒരിക്കലും അല്ല. 50,000 രൂപ വരുമാനമുള്ള ഒരു വ്യക്തിയുടെ 40% എന്ന് പറയുന്നത് 20,000 രൂപയാണ്. അപ്പോൾ 20,000 രൂപ എടുത്ത് അയാൾ EMI-ക്ക് വേണ്ടി ഉപയോഗിക്കണം, അല്ലെങ്കിൽ അത്രയും സാധനം വാങ്ങണം EMI വ്യവസ്ഥയിൽ എന്നല്ല ഉദ്ദേശിച്ചത്. ഒരിക്കലും അതിൽ കൂടരുത് എന്നുള്ള കാര്യം മാത്രമാണ്. ചെറിയ വരുമാനക്കാർ അതനുസരിച്ച് ആ ഒരു കാര്യം മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. ഈ ചെറിയ വരുമാനക്കാരെ പറ്റി നമ്മൾ പറയുന്നുണ്ട്. എപ്പോഴാണ് അത്? ലാസ്റ്റ് പോയിന്റ്. നമ്മളിനി 6ാമത്തെ സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. 6ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ്. എന്തായിരുന്നു സെക്കൻഡ് സ്റ്റെപ്പ്? എക്സ്പെൻസുകളെ പറ്റി കൃത്യമായ ധാരണ വേണമെന്ന് പറഞ്ഞു. അതിനുവേണ്ടി എക്സ്പെൻസുകൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കണമെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ എക്സ്പെൻസുകൾ 2-3 മാസം കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഓരോ ഹെഡുകളിലും. ഇപ്പോൾ ഏതാണ്? ഫുഡ് എക്സ്പെൻസ് ഒരു ഹെഡാണ്, അവിടെ കുറേ ഐറ്റംസ് വരുന്നുണ്ടല്ലേ. എഡ്യൂക്കേഷൻ എക്സ്പെൻസ് കുട്ടികളുടെ അതൊരു ഹെഡാണ്, അവിടെ കുറേ ഐറ്റംസ് വരുന്നുണ്ട്. എന്തൊക്കെ കുറേ ഐറ്റംസ്? സ്കൂളിലെ ട്യൂഷൻ ഫീസ് ഉണ്ട്, സ്കൂൾ ബസ്സിൻ്റെ ഫീസ് ഉണ്ട്, ബുക്സിൻ്റെ ഫീസ് ഉണ്ട്, അങ്ങനെ പലതും അവിടെ വരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ 2-3 മാസം അങ്ങനെ പോയി കഴിയുമ്പോഴത്തേനും നമുക്ക് ഓരോ ഹെഡിലും ഏകദേശം എത്രത്തോളം ചിലവ് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇനി എവിടെയെങ്കിലും അമിതമായിട്ട് ചിലവ് വരുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും വേണം. ഇനി ഈ ഒരു എക്സ്പെൻസിൻ്റെ അടിസ്ഥാനത്തിൽ, ഒരു എക്സ്പെൻസിനെ പറ്റി ധാരണയായല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫാമിലി ബഡ്ജറ്റ് തയ്യാറാക്കണം. മാസം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വരാൻ പോകുന്ന മാസത്തിൽ ഇന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി എത്രയാകുമെന്ന് കണക്ക് കൂട്ടി ഒരു ബഡ്ജറ്റ് തയ്യാറാക്കാൻ വേണ്ടി ശീലിക്കണം. അത് പതുക്കെ മതി. അതൊക്കെ നമുക്ക് എത്തണമെങ്കിൽ ഒരു 5-6 മാസം നമ്മൾ ഈ ട്രാക്കിൽ അങ്ങ് പോയി കഴിയുമ്പം അതിലേക്ക് എത്തിപ്പെടുന്നതാണ്. 7ാമത്തെ കാര്യം ഇതാണ്. നമുക്ക് നിർബന്ധമായിട്ടും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉണ്ടായിരിക്കണം. എന്താ അതിന് കാരണം? ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ എമർജൻസി എന്തെങ്കിലും ആയിട്ട് വന്നു കഴിഞ്ഞാൽ, നമ്മൾ എത്ര സ്വരൂകൂട്ടി വെച്ചാലും എത്ര പണം നമ്മുടെ കയ്യിലുണ്ടെങ്കിലും അത് മൊത്തം അങ്ങോട്ട് ഒഴുകിപ്പോകും. എന്തില്ലെങ്കിൽ? ഇൻഷുറൻസ് ഇല്ലെങ്കിൽ. ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ ഒരു കവചമാണ്. സോ നിർബന്ധമായിട്ടും എന്തെടുക്കുക? ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലെ ഒരു ഏണിംഗ് മെമ്പർ, അയാൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കുടുംബം പട്ടിണിയായി പോകാതിരിക്കുന്നതിന് വേണ്ടി ഒരു ടേം ഇൻഷുറൻസ് കൂടി എടുത്തു വെക്കുക. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസും വേണം, ടേം ഇൻഷുറൻസും വേണം. ഇനി വേണ്ടാത്ത സംഭവങ്ങളുണ്ട്. ട്രഡീഷണൽ ആയിട്ടുള്ള എൻഡോമെന്റ് പോളിസികൾ എടുക്കരുത്. അതുപോലെ ഈ യുലീപ്പ് പോലെയുള്ള ഇൻഷുറൻസുകൾ എടുക്കരുത്. ഇൻഷുറൻസും ഇൻവെസ്റ്റ്മെന്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള യുലീപ്പ് പലപ്പോഴും മ്യൂച്വൽ ഫണ്ട് ആണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് വിൽക്കുന്നത്. അതിൽ പെട്ടുപോകരുത്. അപ്പോൾ ഈ 7 കാര്യങ്ങൾ വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഈ 7 കാര്യങ്ങൾ ശീലിച്ചു തുടങ്ങുക വളരെ കൃത്യമായിട്ട്. അതൊരു ദിനചര്യയായിട്ട് തന്നെ കൊണ്ടുപോവുക. ഇനി 8ാമത്തെ കാര്യമാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതാണ് ഞാൻ നേരത്തെ പറയാമെന്ന് പറഞ്ഞത്. കുറഞ്ഞ വരുമാനക്കാർക്ക് വേണ്ടിയിട്ടാണത് പറയുന്നത്. അത് ഇത്രയേ ഉള്ളൂ. ട്രൈയിങ് ടു ഇൻക്രീസ് യുവർ ഇൻകം. എപ്പോഴും നിങ്ങളുടെ ഇൻകം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ സപ്പോസ് ഒരു വീട്ടിൽ ഒരാൾ മാത്രമേ ജോലിക്ക് പോകുന്നുള്ളൂ, കുടുംബനാഥൻ മാത്രമേ ജോലിക്ക് പോകുന്നുള്ളൂ, അയാൾക്ക് 20,000 രൂപ ശമ്പളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങൾ ബുദ്ധിമുട്ടാണല്ലേ, നടക്കുകയില്ല. അപ്പോൾ ഇവിടെ എന്താ പോംവഴി?
പറ്റുമെങ്കിൽ സാധിക്കുമെങ്കിൽ അയാളുടെ ഭാര്യ കൂടി എന്ത് ചെയ്യുക, ജോലിക്ക് പോവുക. ഇപ്പോൾ ഈ ടെക്സ്റ്റൈൽ ഷോപ്പിലും മറ്റുമൊക്കെ സെയിൽസിൽ നിൽക്കുന്നവർക്ക് പോലും 10-15,000 രൂപ കിട്ടുന്നുണ്ട്. അപ്പോൾ അയാളുടെ ഭാര്യ അങ്ങനത്തെ ഒരു ജോലിക്ക് പോയാൽ പോലും വീട്ടിലെ മൊത്തം ഇൻകം എത്രയായി? 20,000 + 15,000 35,000 ആയി മാറും. ഇനിയും ശ്രമിക്കണം. അഡീഷണൽ ഇൻകം കണ്ടെത്താൻ സാധിക്കുമോ എന്നുള്ള കാര്യം രണ്ടുപേരും ശ്രമിക്കണം. അതിനുവേണ്ടി പല മാർഗങ്ങളുണ്ട് കേട്ടോ. ട്യൂഷൻ എടുക്കാം, അല്ലെങ്കിൽ ഓൺലൈൻ പാർട്ട് ടൈം ആയിട്ട് വർക്കൊക്കെ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. പക്ഷെ തട്ടിപ്പിലൊന്നും പോയി വീണേക്കല്ല കേട്ടോ. കൃത്യമായിട്ട് ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സെലക്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അവസരങ്ങളുണ്ട്. എങ്ങനെ ഇൻകം വർദ്ധിപ്പിക്കാം എന്നുള്ളത് എപ്പോഴും നമ്മുടെ ഒരു അജണ്ട ആയിരിക്കണം. അതിനുവേണ്ടി നമ്മുടെ മുമ്പിലുള്ള അവസരങ്ങളെ കൃത്യമായിട്ട് ഉപയോഗിക്കാനും നമുക്ക് സാധിക്കണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് ശരിക്കും ഈ 50-30-20 റൂളൊക്കെ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഈ 20 എന്നുള്ള സംഗതി, യഥാർത്ഥ 20 ഇൻവെസ്റ്റ്മെന്റ്, അതൊന്ന് വർദ്ധിപ്പിക്കാനൊക്കെ പറ്റുള്ളൂ. ഈ 8 കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലെ ഫിനാൻസ് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഇനി മാനേജ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.